ഉമ്മാ ഇന്ന് ഉപ്പുമാവാണോ? എന്തോന്നടേ ഇത്? ഉപ്പുമാവൊന്ന് മാറ്റി പിടിച്ചൂടെ? ഉപ്പുമാവ. മിൻഹ മിൻഹ മിൻഹ, നീ എവിടെ ഇത്? നീ എന്താ ചെയ്യുന്നത്? ഒന്നേ നീ കഴിക്ക, അല്ലെങ്കിൽ നീ കളിക്ക്. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്. 24 മണിക്കൂറും ഫോണിലാണ്. മിൻഹ, ഈ ഫോൺ എന്തിനടുത്ത് താഴെ എറിഞ്ഞ? അവളുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയേ. ഇത് പൈസ കൊടുത്ത് മേടിച്ചാണ്. നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരിക്കും. അതാ വിലയില്ലാത്തത്. എന്നെ ഫുട്ടുപ്പ കൊറേ ആയി തുടങ്ങിയിട്ട് പൈസ 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 ഫ്രീ 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 എന്നല്ലോ. പിന്നെ എന്തിനാ എനിക്ക് ഇതെല്ലാം വാങ്ങിച്ചെന്നേ? എനിക്കിനൊന്നും വേണ്ട. മിൻഹ, ഒരുപക്ഷെ ഈ മോളും ഈ ഉപ്പയും പ്രതികരിച്ച രീതിയെ ചെറുതായിട്ടൊന്നും മാറിയിരുന്നെങ്കിലേ. ഉപ്പ ഇന്ന് ഉപ്പുമാവാണല്ലോ. നമുക്ക് വയ്യടാ, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. മിൻഹ, ഉപ്പുമാറ് ബോറടിച്ചാ? മിൻഹ, നീ എവിടെ? ഇത് കണ്ടുപ്പാ. എനിക്ക് പറയാനുള്ളത് മോളോടല്ല, എനിക്ക് പറയാനുള്ളത് ഉപ്പനോടും അല്ല, നമുക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നമ്മൾ 3 നേരം ആഹാരം കഴിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ 4ഉം 5ഉം നേരമാണ്. അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഉപ്പുമാവ് 1-2 ദിവസം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം വീട്ടിൽ യുദ്ധമാവും. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇങ്ങനെ ഈ ഉപ്പുമാവൊക്കെ ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണാത്തത് നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ അതേ ശരീരവും രക്തവും മാംസവും ഒക്കെ ഉള്ള അതേ മനുഷ്യർ കുഴച്ച് കഴിക്കുന്നത് മണ്ണാണ്. അവർക്ക് കഴിക്കാൻ ഉപ്പുമാവില്ല, വിളമ്പാൻ അവർക്ക് കുടുംബമില്ല. അങ്ങനെയുള്ള കുറെ മനുഷ്യർ നമ്മുടെ മുന്നിൽ ജീവിക്കുന്നത് കാണാതെ പോകുന്നത് കൊണ്ടാണ് നമുക്കുള്ളതിൽ നമുക്ക് നന്ദി പറയാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് കുടുംബത്തിൽ സ്നേഹബന്ധം ഉണ്ടാകാത്തത്. അപ്പോ ഉള്ളതിൽ നമുക്ക് നന്ദി പറയാൻ പറ്റണം. ലൈൻ ഷക്കർത്തും ലസീദ് എന്നക്കും ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ ഗിവ് യു മോർ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ, നിങ്ങൾ നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ മുകളിലുള്ളവൻ എന്തായാലും കൂടുതൽ കൂടുതൽ തന്നുകൊണ്ടേയിരിക്കും എന്ന് പറയാറുണ്ട്. 3 ദിവസം മുൻപേ നമ്മളെല്ലാവരും ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. സൈനം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു മോള് മരണപ്പെട്ടത്. കുഞ്ഞുങ്ങൾ ദിവസങ്ങളോളം ഭക്ഷണം ഇല്ലാണ്ട് അസ്ഥികൂടമായിട്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രത്തോളം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഗ്രേറ്റ്ഫുൾ ആവേണ്ടതുണ്ട്. നിങ്ങൾ നന്ദി കാണിച്ചില്ലെങ്കിലേ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറയും. ഈ ശിക്ഷ ഇവിടെ വരുന്നത്, കുടുംബത്താ വരുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ? സ്വന്തം രക്തബന്ധങ്ങളുടെ ഇടയിൽ സ്നേഹബന്ധം ഇല്ലാതെയാകും. ബന്ധങ്ങളുടെ ഇടയിൽ സ്നേഹമില്ലാതെയായാൽ വീട് നരകമായി മാറും. ബന്ധങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് വീട് സ്വർഗമാകുന്നത്. അഗെയിൻ റിമൈൻഡിങ്, ആ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്തെങ്കിലും എനിക്ക് ഇത്രയും തന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് നന്ദി പറയാനുള്ള മനസ്സും കൂടി നമ്മൾ ഓരോരുത്തരും കാണും. ദൈവത്തിനോട് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള മനുഷ്യരോട് നന്ദി പറയണം. 2 ദിവസം ചേർത്തുകൊണ്ട് ഉപ്പുമാവോ ദോശയൊക്കെ നമ്മുടെ ടേബിളിൽ വന്നാല് ഭാര്യയും മക്കളെയൊക്കെ കുറ്റം പറയുന്നതിന് മുമ്പ് കിട്ടിയതോർത്ത് തന്നതോർത്ത് നന്ദി പറയാൻ സാധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തേടി പോകാതെ നമ്മളെ തേടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.